ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഉള്ളത്, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് ഉള്ളത്. ലീവ് ആയിട്ട് ഞാനും കുട്ടികളും ഒക്കെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ ലാസ്റ്റ് വരുന്ന 2 ദിവസം മുന്നേ ഞങ്ങളൊരു ചെറുതായിട്ടൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ട്രിപ്പിൽ നിന്ന് കുറേ ദിവസം ഇങ്ങനെ പറയുന്നുണ്ടായി. പക്ഷേ ശനിയാഴ്ചയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കുറേ ദൂരം ഒന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ ഏകദേശം ഒരു 10-50 കിലോമീറ്ററോളം ഉള്ള സ്ഥലത്തേക്കാണ് ശിവമൊഗ്ഗത്തിൽ കാണാൻ വേണ്ടി കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പോണ വഴിക്ക് കാണാനും ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതെല്ലാം ഒന്ന് കണ്ട് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളെല്ലാവരും പാടെ ഒന്ന് കൂടി പുറപ്പെട്ടിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ട്, അമ്മായിൻ്റെ മക്കളും ഞങ്ങളുടെ ഒരു വണ്ടിയും അവരുടെ 2-3 വണ്ടിയും ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തന്നെ വേറല്ലേ. ഒറ്റയ്ക്ക് പോയി പറഞ്ഞാൽ അതൊരു എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും കളിയും ചിരിയും ആയിട്ട് പോകാനും വരാനും എല്ലാം നല്ല ഒരു നല്ല ഒരു സന്തോഷം നയിക്കാറും. അത് ആൾക്കാർ കൂടുന്തോടെ അതിൻ്റെ സന്തോഷം കൂടുമെന്ന് പറയല്ലേ. അപ്പം എല്ലാവരും ഉള്ളൊരു ദിവസമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത്. അപ്പോൾ രാവിലെ ഞങ്ങൾ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഒരു 6-6:30 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ നല്ല മഞ്ഞ് മൂടി കെട്ടിയിട്ട് നിൽക്കുന്നുണ്ടായിട്ട് മുന്നിൽ വരുന്ന വണ്ടികളൊന്നും കണ്ടായിട്ടില്ല, അത്ര മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തണുപ്പ് എത്ര ചൂടുണ്ടോ രാവിലെ ആ മഞ്ഞൊക്കെ രാവിലെ പോകുമ്പോൾ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നല്ല ചൂടുണ്ട് കേട്ടോ. എത്ര മഴ പെയ്താലും അതേപോലെ ചൂട് പിഞ്ഞും കൂടി വരാറുണ്ട്. നല്ലപോലെ മഴ പെയ്തിട്ടുണ്ടായി, കാറ്റും മഴയും ഇടിയൊക്കെ ദിവസം ഉണ്ടാവും. പക്ഷേ എന്താ പറയണത്, വെയിലും അങ്ങനെ തന്നെ ഉണ്ടാവും, ചൂടും അതിനേക്കാളും ഏറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല ചൂടാണ്. അപ്പം എല്ലാ സ്ഥലത്തും പാമ്പ് കടിയും അത് ഇതൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നത്തിലാണെന്നും അറിയാം. കുറേ ന്യൂസിൽ ഞാനും കാണാറുണ്ട്. ആയത്ര എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വീട്ടിനകത്ത് ഇരിക്കുക, പാമ്പ് വരാതിരിക്കാനുള്ള എല്ലാ ഇതും വീട്ടിൽ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആയത്ര കുട്ടികളെ പുറത്ത് വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാമ്പ് കടിയിട്ട് കുറേ കുട്ടികൾ മരിച്ചതായിട്ടെല്ലാം ഞങ്ങൾ ന്യൂസിൽ കാണുന്നില്ല. അപ്പോൾ ആയത്ര ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കുക. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു പീടിയേൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ടായിട്ടോ. അവിടെ എടുത്ത ഫോട്ടോ ആണ് എൻ്റെ മോളത്. അവിടെ നല്ല മഞ്ഞ പൂവ് നിറഞ്ഞൊരു മരം ഉണ്ടായിട്ടോ. അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തതാണ്. പിന്നെ ചായ കുടിക്കാൻ ഞങ്ങൾ ഹോട്ടലിനകത്ത് അകത്ത് കയറിയപ്പോൾ ഫുള്ളും ആൾക്കാർ റഷ് ഉണ്ടായിട്ടോ ആൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്താക്കി, ഞങ്ങൾ ഇനി അത് കാത്ത് നിന്ന് ഞങ്ങൾക്ക് പോകാനുള്ള ടൈമാകും. അപ്പോൾ ഞങ്ങൾ എന്താക്കി, നിന്നിട്ട് തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായക്ക് വേണ്ടിയായിരിക്കും തന്നെ. അപ്പം ബൻസിനുള്ളപ്പോൾ എല്ലാവരും ഓരോ ബൻസും എടുത്ത് ബൻസും ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് മുന്നേ പോയിട്ട് ഒരു സ്പേസിൽ നിന്നിട്ട് ഞങ്ങൾ പലാവും പിന്നെ കുഷ്കം കച്ചമ്പർ അതെല്ലാം ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായി. അതെല്ലാം തിന്നിട്ട് ഞങ്ങൾ ആദ്യം പോയത് സക്രബൈൽ പറയുന്ന ഒരു സ്ഥലത്തിലേക്ക് കേട്ടോ. അവിടെ കാണാൻ ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചത് ഇത്രയൊക്കെ ആളുണ്ടാവില്ലേക്കാരോ പറഞ്ഞിട്ട്. പക്ഷേ നല്ല ആൾക്കാരുണ്ടായിട്ടോ. അപ്പോൾ അവിടെ ഒരാൾ കിളീനെ പിടിച്ച് നിൽക്കുന്നതിനകത്ത് 2 തോളത്തും കിളീനെ എടുത്തിട്ട് അതിൻ്റെ കാലക്ക് ചങ്ങല മറ്റിട്ടിരുന്നത്, ആ കിളി പാതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സക്രബൈലു എലിഫൻറ്റ് ക്യാമ്പ് പറഞ്ഞിട്ടാണ്. ഇവിടെ കുറേ സ്ഥലത്ത് നിന്ന് പിടിച്ച ആനകളൊക്കെ ഇവിടെ കൊടുത്തിട്ട് ഈ ക്യാമ്പിൽ വിടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്ത് പോയപ്പോഴാണ് അറിഞ്ഞത് ഇത് കുറേ സ്ഥലത്ത് പിടിച്ച ആനൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് കയറണമെങ്കിൽ 50 റുപ്യ ചാർജ് ഉണ്ട്. അപ്പോൾ എന്ത് തൊട്ടാലും ഇവിടെ ചാർജാണ് കേട്ടോ. ആനൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കണമെങ്കിലും ചാർജാണ്. പിന്നെ ആനനെ കുളിപ്പിക്കാനും ചാർജാണ്. പിന്നെ ഞങ്ങൾ ഒരു അരമണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം നാസ്ത തിന്നിട്ട് പോയത് നല്ലതായി എന്ന് തോന്നി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ടിക്കറ്റെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ അകത്തേക്ക് പോയിട്ടുണ്ടായിട്ടോ. അകത്തേക്ക് പോയപ്പോൾ ഞങ്ങൾ 50 റുപ്യ കൊടുത്തതിന് ഒരു അതിനുള്ള ഭംഗി അതിനകത്തുണ്ടായിട്ടോ. പക്ഷേ ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയില്ല ആൾക്ക്. ഇവിടെ പോയ ആനൻ്റെ പേടി അങ്ങോട്ട് മാറി കിട്ടും കേട്ടോ. ഇത് കുഞ്ഞാനയാണ്, ഇതിൻ്റെ ഭീമനെന്നോ എന്തോ ഒരു പേരാണ് ഇതിൻ്റെത്. കുഞ്ഞാന കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ഞങ്ങൾ 50 രൂപ കൊടുക്കണം അവിടെ. 15 റുപ്പീസ് കൊടുത്താലേ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ തൊടാനൊന്നും പൈസ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് ഇത് ചെറുതാണ്, പക്ഷേ എല്ലാ വലുപ്പത്തിലുള്ള ആനകളും അവിടെ ഉണ്ട് കേട്ടോ. എല്ലാ വലുപ്പം എന്ന് പറഞ്ഞാൽ വയസ്സായതുകൊണ്ട്, വയസ്സാവാത്ത കുഞ്ഞുങ്ങളുണ്ട്, മീഡിയം വയസ്സായതുകൊണ്ട് അങ്ങനെയൊക്കെ. പക്ഷേ ഇതിനടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാനും കുഞ്ഞായതുകൊണ്ട് അത്ര പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ വലിയ ആനൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഭയങ്കര പേടിയാണ്. കുട്ടികൾക്ക് ഇതിൻ്റെ അടുത്ത് നിന്നിട്ടല്ലോ അത്ര പേടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ളൊരു വലിയ ആനൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതിൻ്റെ ഇതാണ്, ഇത് കുറച്ച് ഏജുള്ള ഒരു ആനയാണ് കേട്ടോ. പക്ഷേ തൊടാനൊന്നും അത്ര പേടിയാവില്ല. പക്ഷേ ഈ ആനനെ കുളിപ്പിക്കണമെന്നുണ്ടല്ലോ ഞങ്ങൾ ക്യാഷ് കൊടുത്തിട്ടാണ് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ വിടുള്ളൂ. 50 രൂപ 100 രൂപ അങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഈ ആനനെ വേണമെങ്കിൽ
അവിടെ തേച്ച് ഉരച്ച് നല്ല കുളിപ്പിച്ച് കൊടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം വെള്ളത്തിൽ ഇറങ്ങാനും വിടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ആനനെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പോയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് ഡ്രസ്സുകളെല്ലാം ഞങ്ങൾക്ക് ഡ്രസ്സുകൾ ഞങ്ങൾ വേറെ കൊണ്ടുവരാത്തതും കൊണ്ടും പിന്നെ ആ വെള്ളത്തിലിറങ്ങി അതിൻ്റെ ചേറും ചളിയൊക്കെ മേത്ത് ആവും കേട്ടോ. ആന ഇത് വെള്ളം ഇങ്ങനെ പാർപ്പിച്ചും കൊണ്ടൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ചേരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ മോളൊക്കെ നല്ല ധൈര്യത്തിൽ നിന്നിട്ട് എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇത്. ഇല്ലെങ്കിൽ ആന എന്ന് പറഞ്ഞാൽ ഓരോ കിലോമീറ്റർ ഓടുന്ന ഞങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോട്ടോസ് എടുത്തത്. ഞാൻ മുന്നിൽ നിന്നിട്ട് എടുക്കാൻ പേടിയായതുകൊണ്ടാണ് ഞാൻ ബാക്കിൽ നിന്നിട്ട് എടുത്തത്. അപ്പോൾ ഇത് അവിടെ ഉള്ള ഒരു ഭീഷ്മ പറയുന്ന ഒരു ആനയാണ് കേട്ടോ. കാണാൻ അതിൻ്റെ കൊമ്പെല്ലാം കാണാൻ ഭയങ്കര പേടിയുണ്ട്. അടുത്തേക്കൊന്നും പോകാനില്ല, ദൂരത്തിൽ നിന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ബയോഡേറ്റൊക്കെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പം ഇത് ഇനി നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.